ഇത് മനു, എന്റെ കൂട്ടുകാരനാ. ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയ ആൾ അടിപൊളിയാ. പിന്നെ ഈ പറഞ്ഞ ഞാൻ ആരാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ, അത് നിങ്ങക്ക് വഴിയെ മനസ്സിലാവും. എടാ മന്നു, ഞാനേ ബാംഗ്ലൂർ വരുന്നുണ്ട്. ബാംഗ്ലൂരോ? എന്തിന്? ഈ നാടിന് ഇനി എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലടാ. പിന്നെ ഞാൻ ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചു നേരം നിന്റെ കൂടെ തന്നെ കാണാം. എന്റെ പൊന്നു കൂട്ടാ, നിനക്ക് നാട്ടിൽ തന്നെ നിന്നാ പോരെ? ഏയ്, അതൊന്നും ശരിയാവൂല. അമ്മായിക്കും ഒരേ പരാതി, നിന്നെ ഞാനാ നശിപ്പിക്കുന്നതെന്ന്. അതൊന്ന് മാറ്റിയെടുക്കണം. ഇല്ല, നീ എപ്പോഴാ വരുന്നത്? ഞാൻ ബസ്സിലാടാ, നാളെ രാവിലെ എത്തും. എന്ത്? നാളെയോ? സർപ്രൈസ് ആയില്ലടാ നീ. രാവിലെ നീ എനിക്ക് കൊറേ സംസാരിക്കാനുണ്ട്. ഞാൻ ബാംഗ്ലൂർ വരുന്നു, നമ്മ പൊളിക്കുന്നു. ഓക്കെ, ബൈ. കുട്ടാ, അത് കുട്ടാ, ഇതാണ് കുട്ടൻ. വേർഫും കുട്ടനല്ല, കുടായ്പ കുട്ടൻ. നാടൻ പൂച്ചയെ വരെ ഓലക്സ് ഇട്ട് വെക്കുന്ന ഒരു ഒന്നൊന്നര ഐറ്റം. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ബാംഗ്ലൂർ. വാ, കുട്ടാ, എടാ മനു, നാളെ ചെറുക്കല് കുട്ടാ. കുട്ടാ, ആ ഒരു കാര്യം പറയാം, ഇത് കേരള അല്ല, കർണാടക. ഇടിക്ക് ഒരു പഞ്ഞണ്ട. ഓ പിന്നെ എന്നാലും ഇവിടുത്തെ പെമ്പിള്ളേരെ കൊള്ളാട്ടാ. ഞാൻ അവിടെ കുഴിച്ചു കൂട്ടപ്പനായിട്ട് ഇത് മാറുന്നിട്ട് നിനക്കൊരു മാറ്റില്ല. നീ കേറി, നമുക്ക് സ്ഥലം വരെ പോവാം. ഓ പിന്നെന്താ, ഇനിയിപ്പൊ ഞാൻ ഫുൾ ടൈം നിന്റെ കൂടെ ഉണ്ടാവും. അമ്മ എന്താ പറഞ്ഞല്ലേ? എന്താ പറഞ്ഞ? ഇത് ഫുൾ ടൈം നിന്റെ കൂടെ വേണമെന്ന് പറഞ്ഞല്ലേ? ഇവൻ ഇപ്പൊ ഈ പറഞ്ഞത് അത് മാത്രം ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ മനു, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? എന്റെ ഒരു ഫ്രണ്ട് കാണാം. ഉണ്ടോ നിനക്കോ? ഈ ലോകത്ത് ഞാനല്ലാതെ വേറെ ഏത് ഫ്രണ്ടാണോ നിനക്കുള്ള? ഓ ഏതായാലും കുഴപ്പമില്ല, ആ ഫ്രണ്ടിനെ എനിക്കും പരിചയപ്പെടാലോ. എന്താ എന്റെ പൊന്നു കൂട്ടാ, എന്റെ നാട്ടിലെ സ്വഭാവം അത് ഇവിടെ എത്തുള്ളൂ. എനിക്ക് പരിചയപ്പെടുത്താനായാലും പറഞ്ഞോ, ഞാൻ പരിചയപ്പെടുത്താം. കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ചളവാക്കരുത്. ഉള്ളില് പേടിയുണ്ട്, ടെൻഷനുണ്ട്. കുട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ഭൂമിയിൽ കൂട്ടുകാരനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അതെ, ആ മൈൻഡ്